സാറ് വന്നു കഴിഞ്ഞാൽ ആര് വിളിച്ചെന്ന് പറയണം? ഭോപ്പാലിൽ നിന്ന് കുറിപ്പ് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. ന്യൂയോർക്കിലെ ചെറി ലൈൻ മ്യൂസിക് കമ്പനിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു മാർക്ക് റാൻഡോൾഫ്. ഷീറ്റ് മ്യൂസിക്കിന്റെ കാറ്റലോഗ് കസ്റ്റമേഴ്സിന് തപാൽ വഴി അയച്ചു കൊടുക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. പക്ഷേ ഈ ജോലി ചെയ്യുന്നതിനിടയിലും സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു മാർക്കിന്റെ ചിന്ത മുഴുവൻ. ഒരിക്കൽ ഒരു കാർ യാത്രയിൽ വെച്ച് മാർക്ക് റീഡ് ഹേസ്റ്റിംഗ് എന്നൊരാളെ പരിചയപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടിയിരുന്ന അവർ പയ്യെ സുഹൃത്തുക്കളായി. ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരുന്ന റീഡിനോട് തനിക്ക് ജോലി മടുത്തെന്നും സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്നും മാർക്ക് നിരന്തരം പറയുമായിരുന്നു. റീഡ് ഒരിക്കലും മാർക്കിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം റീഡിന് തന്റെ ജോലി സംബന്ധമായ ചില ആവശ്യങ്ങൾക്ക് ന്യൂയോർക്കിന് വെളിയിലേക്ക് പോകേണ്ട വന്നു. മാർക്കാണെങ്കിൽ പതിവ് പോലെ അയാളുടെ മ്യൂസിക് കമ്പനിയിലെ ജോലി തുടർന്നു. അങ്ങനെ പതിവ് പോലെ മ്യൂസിക് ഷീറ്റ്സ് തപാൽ ചെയ്യുവാനായി പോകുന്ന വഴിക്ക് മാർക്കിന്റെ മനസ്സിൽ ഒരു ബിസിനസ് ഐഡിയ ഉദിച്ചു. ഒരു വീഡിയോ കാസറ്റ് റെന്റൽ സ്റ്റോർ. അന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ ആകെ ഉണ്ടായിരുന്നത് ബ്ലോക്ക് ബസ്റ്റർ എന്നൊരു കമ്പനിയുടെ ഒരേ ഒരു വീഡിയോ റെന്റൽ ഷോറൂമായിരുന്നു. ഉയർന്ന വാടകയും തിരിച്ചേൽപ്പിക്കാൻ വൈകിയാലുള്ള ഫൈനും കസ്റ്റമേഴ്സിനെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിരുന്ന കാലത്തായിരുന്നു മാർക്കിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉദിക്കുന്നത്. പ്ലാൻ കേട്ട് റീഡിന്റെ മുഖം തെളിഞ്ഞു. എല്ലാവരും സ്റ്റോറിൽ പോയി ക്യൂ നിന്നല്ലേ CD വാങ്ങുന്നത്, നമുക്കിത് കസ്റ്റമേഴ്സിന് തപാൽ വഴി അയച്ചു കൊടുത്താലോ? മാർക്ക് ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. ഇത് കേട്ട് റീഡിന്റെ മുഖം വീണ്ടും തെളിഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ മാർക്ക് ഒരു ബ്ലാങ്ക് CD വാങ്ങി ആഫ്രിക്കയിലുള്ള റീഡിന് തപാൽ വഴി അയച്ചു കൊടുത്തു. സംഗതി സക്സസ്. 1997 ഓഗസ്റ്റ് 29 ക്രിബിൾ എന്നൊരു വർക്കിംഗ് ടൈറ്റിലിൽ റീഡും മാർക്കും അവരുടെ ആദ്യ ബിസിനസ്സായ ഓൺലൈൻ വീഡിയോ റെന്റൽ ഷോറൂമിന്റെ പണിയിലേക്ക് കടന്നു. ബജറ്റ് ഇട്ടു. $2 മില്യൺ ആയിരുന്നു അന്ന് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിരുന്ന ചെലവ്. പകുതിയിലേറെയും റീഡ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. ബാക്കി പണം മാർക്ക് കണ്ടെത്തണം. അയാൾ പല വാതിലുകളിലും തട്ടി. ദിസ് ഐഡിയ ഈസ് ഷിറ്റ്. ഓൺലൈൻ സ്ട്രീമിംഗ് ആണ് ലോകത്തിന്റെ ഫ്യൂച്ചർ. ഈ ബിസിനസ് ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അന്ന് ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിരുന്ന അലക്സാണ്ടർ ബാൽക്കൻസ്കി തൻ്റെ ക്യാബിനിൽ നിന്ന് മാർക്കിനെ ആട്ടിയിറക്കി വിട്ടു. പക്ഷേ മാർക്ക് ഒരിക്കലും തളരാൻ തയ്യാറായിരുന്നില്ല. ഓടി ഓടി അയാൾ ബാക്കി തുക കണ്ടെത്തി. പഴയൊരു ബാങ്ക് കെട്ടിടത്തിലായിരുന്നു അവരുടെ ആദ്യ ഓഫീസ്. ബാങ്കിലെ ക്യാഷ് ലോക്കറുകളിൽ അവർ വാങ്ങിയ DVD സൂക്ഷിച്ചു. ക്രിബിൾ എന്ന പേരിന് പകരം നെറ്റ്ഫ്ലിക്സ് എന്നൊരു തലയെടുപ്പുള്ള പേരിട്ടു. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു ഓർഡറുകൾ എടുത്തു തുടങ്ങി. നെറ്റ്ഫ്ലിക്സിന്റെ സൈറ്റിൽ കയറുക, നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക, ഏത് സിനിമയാണോ വേണ്ടത് അത് മെൻഷൻ ചെയ്യുക. ആ സിനിമയുടെ DVD പോസ്റ്റൽ വഴി നിങ്ങളുടെ വീട്ടിലെത്തും. ഇതായിരുന്നു പ്രോസസ്സ്. സംഭവം ഓൺലൈൻ റെന്റൽ ഷോറൂം ആയിരുന്നു ലക്ഷ്യമെങ്കിലും കൂടുതൽ നടന്നിരുന്നതും സെയിൽസ് ആയിരുന്നു. 1999 സെപ്റ്റംബർ എങ്ങനെയെങ്കിലും DVD റെന്റൽ വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി കമ്പനി കസ്റ്റമേഴ്സിനായി ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. ഒരു മാസത്തെ റെന്റിന് കസ്റ്റമേഴ്സിന് ഏത് DVDയും ലഭ്യമാക്കുക. ഇതേ ഫോർമുല തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഇന്നും പിന്തുടരുന്നത്. തിരിച്ചയക്കുന്ന DVDകളോടൊപ്പം അവർ കണ്ട സിനിമയുടെ റിവ്യൂ എഴുതി അയക്കാൻ കസ്റ്റമേഴ്സിനെ ഓർമ്മിപ്പിച്ചു. ഇത് വെച്ച് ബാക്കി കസ്റ്റമേഴ്സിന് അവർ സിനിമ റെക്കമെൻഡ് ചെയ്തു തുടങ്ങി. ഈ രീതി കസ്റ്റമേഴ്സിനെ വല്ലാതെ അട്രാക്ട് ചെയ്തു. റെന്റൽസ് പതിയെ വർദ്ധിച്ചു തുടങ്ങി. നെറ്റ്ഫ്ലിക്സിന്റെ വളർച്ച വളരെയേറെ വേഗത്തിലായി. അങ്ങനെ അവർ ലോകത്തിന്റെ പല ഭാഗത്തും DVD റെന്റൽ ഹബ്ബുകൾ സ്ഥാപിച്ചു. 2005 ആയപ്പോഴേക്കും 1 മില്യൺ DVDകൾ ഷിപ്പ് ചെയ്യുന്ന നിലയിലേക്ക് നെറ്റ്ഫ്ലിക്സ് വളർന്നു. 2007 ഏപ്രിൽ DVD റെന്റൽ ഷോറൂമിൽ നിന്ന് ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക്. ഇന്റർനെറ്റിന്റെ സർവ്വവ്യാപനത്തോടുകൂടി എതിരാളികളില്ലാതെ നെറ്റ്ഫ്ലിക്സ് വളർന്നു. 2013 ഫെബ്രുവരി 1 നെറ്റ്ഫ്ലിക്സ് അവരുടെ ആദ്യ ഒറിജിനൽ കണ്ടന്റായ ഹൗസ് ഓഫ് കാറ്റ്സ് സ്ട്രീം ചെയ്തു. 2015 50 രാജ്യങ്ങളിലേക്ക് നെറ്റ്ഫ്ലിക്സിന്റെ വളർച്ച ഉയർന്നു. 2017 100 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക്. 90കളുടെ അവസാനത്തിൽ ഒരു പഴഞ്ചൻ ബാങ്ക് ബിൽഡിങ്ങിൽ തുടങ്ങിയ DVD റെന്റൽ ഷോറൂം പതിയെ ലോകത്തിന്റെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമായി മാറി. അത് പല രാജ്യത്തെ പല നിറത്തിലുള്ള പല മനുഷ്യരെ സിനിമ എന്ന മായിക ലോകത്തേക്ക് കൈപിടിച്ചു നടത്തി. നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുണ്ടായി.